ഹായ് എവറി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു സംഭവമായിട്ടൊന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണാറുണ്ട്, ഒരുപാട് ആൾക്കാർ പലരെയും സ്വാധീനിക്കാൻ ശ്രമിക്കാറുണ്ട്, അല്ലേ? ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ പേഴ്സ്വേഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പൊളിറ്റീഷ്യൻസ്, മാർക്കറ്റിംഗ് വിഭാഗത്തിലുള്ളവർ. അല്ല, നമുക്ക് ഒട്ടുമിക്ക മേഖലകളിൽ നമ്മൾ കാണുന്നത് പലരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മോഡ്സ് ഓഫ് പെർസ്വേഷൻ, അഥവാ വ്യത്യസ്ത രീതിയിൽ നമുക്ക് വ്യക്തികളെ എങ്ങനെ സ്വാധീനിക്കാം. ഉദാഹരണത്തിന്, നിങ്ങളൊരു സ്പീക്കർ അല്ലെങ്കിൽ ഒരു പ്രാസംഗികനാണ് എങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണ് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുക? നമുക്കറിയാം, ഒരുപാട് കാണികൾ നമ്മളെ കാത്തിരിക്കുന്നു. അപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ആ അരമണിക്കൂറും കാണികളെ നിങ്ങളിലേക്ക് ആകർഷിച്ച് നിർത്തണം. ആ അരമണിക്കൂർ നിങ്ങൾ അവരെ നിങ്ങളിലേക്ക് ആകർഷിച്ച് നിർത്താൻ വേണ്ടി എന്ത് കഴിവാണ് നിങ്ങൾ പ്രയോഗിക്കേണ്ടത്? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാം. മോഡ്സ് ഓഫ് പെർസ്വേഷൻ, അഥവാ വ്യത്യസ്ത വ്യക്തികളെ അല്ലെങ്കിൽ വ്യക്തികളെ സ്വാധീനിക്കാനുള്ള വ്യത്യസ്ത വഴികൾ. നമുക്ക് കുറച്ച് പുറകിലേക്ക് പോകാം. പുറകിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 2000 വർഷങ്ങൾക്ക് പുറകിലേക്ക് ഗ്രീക്ക് ചിന്തകനായ അരിസ്റ്റോട്ടലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ. അരിസ്റ്റോട്ടിൽ അദ്ദേഹം ഇങ്ങനെ 3 കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ട് 3 തരത്തിൽ വ്യക്തികളെ നമുക്ക് സ്വാധീനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയാം. ഒന്ന് എത്തോസ്, പാത്തോസ് ആൻഡ് ലോഗോസ്. അരിസ്റ്റോട്ടിൽ പറഞ്ഞ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന് എത്തോസ്, മറ്റൊന്ന് പാത്തോസ് ആൻഡ് ലോഗോസ്. ഇനി ഈ അരിസ്റ്റോട്ടിൽ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ BC അല്ലെങ്കിൽ ബിഫോർ ക്രൈസ്റ്റ് വർഷങ്ങൾക്ക് മുമ്പ്, ഇന്ന് ഏകദേശം 2300 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾക്ക് ഇപ്പോഴെന്താണ് പ്രസക്തി എന്നല്ലേ കാണാം. അതായത് നമ്മളൊരു വ്യക്തിയെ സ്വാധീനിക്കണമെങ്കിൽ അരിസ്റ്റോട്ടിൽ പറഞ്ഞത് ദ ഫസ്റ്റ് വൺ ഈസ് എത്തോസ്. ഇനി എത്തോസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? എത്തോസ് എന്ന് പറഞ്ഞാൽ ദ ക്രെഡിബിലിറ്റി ഓഫ് ദ സ്പീക്കർ ആണ്. അതൊരു വ്യക്തിയുടെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു പ്രാസംഗികനാണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു വേദിയിൽ കയറി നിങ്ങൾ സംസാരിക്കാൻ പോകുമ്പോൾ ഓഡിയൻസിൻ്റെ മനസ്സിലേക്ക് വരുന്ന ആദ്യത്തെ ചോദ്യം, ഇയാൾ ഏത് മേഖലയിൽ നിന്നുള്ള ആളാണ്? അയാൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഏതാണ്? ഉദാഹരണത്തിന്, നിങ്ങളൊരു സൈക്കോളജി അധ്യാപകനാണെന്ന് വിചാരിക്കാം. സൈക്കോളജി അധ്യാപകനായ നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ പരീക്ഷയെക്കുറിച്ച്, കുട്ടികളിൽ ഉണ്ടാകുന്ന പേടിയെപ്പറ്റി, അല്ലെങ്കിൽ കുട്ടികൾക്ക് പരീക്ഷ സമയത്തുണ്ടാകുന്ന ഫിയർ എങ്ങനെ ഓവർകം ചെയ്യാം എന്നാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഉണ്ട്. കാരണം ബിക്കോസ് യു ആർ ക്വാളിഫൈഡ്, യു നോ ദ സബ്ജക്റ്റ്. ഇനി അതേസമയം നിങ്ങൾ സൈക്കോളജി പ്രൊഫസറായ നിങ്ങൾ മാത്തമാറ്റിക്സിനെ പറ്റിയാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നു. പലപ്പോഴും കാണികൾ നിങ്ങളൊരു സംശയത്തോടു കൂടിയാണ് വീക്ഷിക്കുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഒന്നാമത്തത് എത്തോസ് അഥവാ ക്രെഡിബിലിറ്റി. ഇനി ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഒന്ന് പ്രധാനമായിട്ടും നമ്മുടെ നോളജ്, പിന്നെ നമ്മൾ ഏത് ഫീൽഡിനാണുള്ളത് ആ ഫീൽഡുമായി റിലേറ്റഡ് ആയിട്ട് ആണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇനി ഇതിൻ്റെ നേരെ മറുവശം കൂടി ഉണ്ട് കേട്ടോ. ഉദാഹരണത്തിന്, നമുക്ക് അറിയുന്ന, നമുക്ക് പരിചിതമായ മേഖലകളെപ്പറ്റി മാത്രം സംസാരിക്കുക. അതാണ് നമ്മളുടെ പ്രസംഗത്തിന് അല്ലെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ സംഗതി. അപ്പോൾ എത്തോസ് എന്ന് പറഞ്ഞാൽ ആൻഡ് കീപ് ദ ക്രെഡിബിലിറ്റി ഓഫ് ദ സ്പീക്കർ ഓർ ദ പ്രസൻറ്റർ. ഇനി രണ്ടാമത്തത് പാത്തോസ് ആണ്. ഇനി ഈ പാത്തോസിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊന്ന് ലോഗോസിൽ പോയിട്ട് വരാം. അപ്പോൾ ഈ ലോഗോസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വേർഡ് ലോജിക് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഈ നമ്മുടെ ലോജിക് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്ത് ഈ ലോഗോസിൽ നിന്നാണ്. ഇനി ലോഗോസ് ഈസ് ആക്ച്വലി ദ ലോജിക്കൽ അപ്പീൽ. അതായത് ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ യുക്തിസഹമായി സ്വാധീനിക്കാം, അതായത് യുക്തിയുടെ ബേസിൽ. ഇനി യുക്തി എന്ന് പറയുമ്പോൾ അതിലൊരു കാര്യം കൂടിയുണ്ട്. യുക്തി ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുമ്പോൾ അത് യുക്തിസഹമാകണമെങ്കിൽ, അഥവാ അത് ലോജിക്കൽ ആകണമെങ്കിൽ അതിൽ എവിഡൻസ് ഉണ്ടാവണം,
വസ്തുതകൾ അഥവാ ഫാക്ട്സ് ഉണ്ടാവണം, അതിന് എവിഡൻസ് ഉണ്ടാവണം. അപ്പോൾ ലോജിക്കൽ അപ്പീൽ എന്നത് അഥവാ ലോഗോസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്പീലിംഗ് ടു ദ ലോജിക്കൽ ഇമോഷൻസ് ഓഫ് പീപ്പിൾ. അതായത് ഒരു വ്യക്തികളുടെ യുക്തികളെ അല്ലെങ്കിൽ ചിന്തയെ സ്വാധീനിക്കുക, കൃത്യമായ എവിഡൻസുകൾ വെച്ച്, കൃത്യമായ വസ്തുതകൾ വെച്ച് കാര്യങ്ങളെ സ്പഷ്ടമായി നമ്മൾ ക്രമീകരിച്ചുകൊണ്ട് തെളിയിക്കുക. ഇതാണ് ലോഗോസ്. അപ്പോൾ അരിസ്റ്റോട്ടിൽ പറയുന്നു, ഒന്ന് എത്തോസാണ്, രണ്ട് ലോഗോസാണ്. അഥവാ കൃത്യമായ എവിഡൻസോടുകൂടി, കൃത്യമായ തെളിവോടുകൂടി നമ്മൾ കാണികളെ സ്വാധീനിക്കുന്നു. ദാറ്റ് മീൻസ് ലോജിക്കൽ അപ്പീൽ. ഇനി ഈ ലോജിക്കൽ അപ്പീൽ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് തെറ്റിപ്പോകട്ടോ. അതായത് നമുക്ക് വ്യക്തമായ തെളിവില്ലാതെയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുകയാണ് എങ്കിൽ അത് നമ്മളുടെ പ്രസ്താവന തന്നെ തെറ്റായി വരാം. അങ്ങനെ തെറ്റായി വരുമ്പോൾ ചിലപ്പോൾ അത് പാത്തോസായി മാറാം. എന്താണ് അപ്പോൾ പാത്തോസ്? അപ്പോൾ ഇതാണ് പാത്തോസ് എന്ന് പറയുന്നത്. പാത്തോസ് മീൻസ് ഇമോഷണൽ അപ്പീൽ. ഒരു വ്യക്തിയെ നമുക്ക് വൈകാരികമായി എങ്ങനെ സ്വാധീനിക്കാം? ഇപ്പോൾ വൈകാരികമായി സ്വാധീനിക്കുമ്പോൾ ഈ പാത്തോസിലുള്ള ഒരു 3 കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ സിമ്പത്തി, അനുകമ്പ, പത്തറ്റിക്, വളരെ ദയനീയമായ ഒരു അവസ്ഥയെപ്പറ്റി പറയുമ്പോൾ എംപതി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സിമ്പതിയുടെ സെക്കൻഡ് ലെവലാണ് എന്ത്? എംപതി, സ്റ്റെപ്പിംഗ് ഇൻ ടു വൺസ് ഷൂസ്. അതായത് ഒരാളുടെ സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുന്ന അവസ്ഥ. അപ്പോൾ പാത്തോസ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ അപ്പീലാണ്. നമ്മൾ വൈകാരികമായി കാര്യങ്ങളെ സമീപിക്കുക, അഥവാ വൈകാരികമായ ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുക. ഇനി അതിന് വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കാറുണ്ട് വൈകാരികമായി സ്വാധീനിക്കാൻ. ഉദാഹരണത്തിന് സിമിലി, ഉപമകൾ, മെറ്റഫേഴ്സ്, കോട്ട്സ്, കൊട്ടേഷൻസ്, ഇതൊക്കെ നമ്മൾ എന്തിനു ഉപയോഗിക്കും? വൈകാരികമായി സ്വാധീനിക്കാൻ. ഇനി ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. എന്താണ് ലോജിക്കൽ അപ്പീൽ അല്ലെങ്കിൽ ഇമോഷണൽ അപ്പീൽ എന്ന് മനസ്സിലാക്കാനുള്ള വളരെ ലളിതമായ ഒരു ഉദാഹരണം. ഇപ്പോൾ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ പോയിട്ട് കുട്ടിയോട് പറയുന്നു, ടുമോറോ യു ഹാവ് ടു സബ്മിറ്റ് 5 അസൈൻമെൻറ്റ്സ്. 5 അസൈൻമെൻറ്റുകൾ നിങ്ങൾ നാളെ സബ്മിറ്റ് ചെയ്യണം. ഓഫ് കോഴ്സ് നമുക്കറിയാം, ഒരിക്കലും ഒരു കുട്ടിക്ക് 5 അസൈൻമെൻറ്റുകൾ ഒരുമിച്ച് സബ്മിറ്റ് ചെയ്യാൻ പറ്റാറില്ല. സാധാരണ ഒന്ന് പറഞ്ഞാൽ തന്നെ അവർ മിക്കവാറും ഒരാഴ്ച എടുക്കും. അപ്പോൾ ഈ 5 അസൈൻമെൻറ്റുകൾ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കുട്ടികൾ എന്നോട് ആദ്യം പറയും, സർ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ സർ, ബിക്കോസ് വി ഹാവ് ടു കംപ്ലീറ്റ് another assignment in maths, or we have to do some other activities for tomorrow. Can we do it next week? ഇവിടെ കുട്ടികൾ പറയുന്നു, നാളെ ഞങ്ങൾക്ക് പറ്റില്ല, മാത്സിന് അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ മറ്റു സബ്ജക്റ്റിൽ അസൈൻമെൻറ്റുകൾ ചെയ്യാനുണ്ട്, ഒരാഴ്ച സമയം തന്നാൽ ഞങ്ങൾ ഈ 5 അസൈൻമെൻറ്റുകൾ കംപ്ലീറ്റ് ചെയ്ത് തരാം. ഇവിടെ കുട്ടികൾ ഉപയോഗിക്കുന്നത് ലോജിക്കൽ അപ്പീലാണ്. അഥവാ യുക്തിസഹമായി അവർ കൃത്യമായ തെളിവുകൾ വെച്ചുകൊണ്ട് എന്നോട് അപ്പീൽ ചെയ്യുന്നു അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്നു. അത് ലോജിക്കൽ അപ്പീൽ, ദാറ്റ് ഈസ് ലോഗോസ്. അപ്പോൾ ഞാൻ പറയുന്നു, കുട്ടികൾ ഇപ്പോൾ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയുന്നു, നോ ഇറ്റ്സ് നോട്ട് പോസിബിൾ, യു മസ്റ്റ് സബ്മിറ്റ് ടുമോറോ. പറ്റില്ല, നിങ്ങൾ നാളെ സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നതെങ്കിൽ അപ്പോൾ കുട്ടികൾ പറയും, സർ പ്ലീസ് സർ ഗിവ് us സർ, ആൻഡ് വി ആർ യുവർ ഡിയറസ്റ്റ് ചിൽഡ്രൻ സർ. ഞങ്ങൾ നിങ്ങളുടെ ഏറ്റവും ഡിയറസ്റ്റ് ആയ സ്റ്റുഡൻസ് അല്ലേ, ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് സബ്മിറ്റ് ചെയ്യാം. ഇവിടെ ദേ ആർ അപ്പീലിംഗ് ടു ഇമോഷൻ. ഇവിടെ വൈകാരികമായ കാര്യങ്ങളെ സമീപിക്കുന്നു, അഥവാ വൈകാരികമായി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ദാറ്റ് ഈസ് ഇമോഷണൽ അപ്പീൽ. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് എത്തോസ്, അഥവാ ദ ക്രെഡിബിലിറ്റി ഓഫ് ദ സ്പീക്കർ. ഒരു വ്യക്തി എങ്ങനെയാണ് തൻ്റെ ഓഡിയൻസിനെ വളരെ വിശ്വാസ്യതയോടുകൂടി സമീപിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മളുടെ കൺസേൺഡായ അല്ലെങ്കിൽ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയത്തിൽ പ്രാവീണ്യത്തോടു കൂടി വേണം നമ്മൾ സംസാരിക്കാൻ പോകാൻ. രണ്ടാമത് പാത്തോസ്, ഇമോഷണൽ അപ്പീലാണ്. അത് വൈകാരികമായി നമുക്ക് കാര്യങ്ങളെ സമീപിക്കാം. ആൻഡ് ദിസ് ഇമോഷണൽ അപ്പീൽ ഉപയോഗിക്കുന്നത് പലപ്പോഴും നമ്മളുടെ ലോഗോസ് ഫെയിൽ ആകുമ്പോഴാണ്. ഇപ്പോൾ ഈ ഇമോഷണൽ അപ്പീൽ പലപ്പോഴും നമ്മൾ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് അറിയാം, പൊളിറ്റീഷ്യൻസ്. ദേ യൂസ് ദിസ് ഇമോഷണൽ അപ്പീൽ വെൽ. ഇനി ഇമോഷണൽ അപ്പീൽ ഉപയോഗിക്കുന്ന ആൾക്കാർ വീണ്ടും ഉണ്ട്. മാർക്കറ്റിംഗ് വിഭാഗത്തിലുള്ള ആൾക്കാർ ഇമോഷണൽ അപ്പീൽ ഉപയോഗിക്കാറുണ്ട്, ലോജിക്കൽ അപ്പീൽ ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമായി വരാറുണ്ട്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ, ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ